പഞ്ചാബിൽ വീണ്ടും ആശങ്ക പടർത്തി ഇരട്ട സ്ഫോടനങ്ങൾ. ജലന്ധറിലും അമൃത്സറിലും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് പിന്നിൽ പാകിസ്ഥാന്റെ കരങ്ങളാണെന്ന് വ്യക്തമാകുമ്പോഴും ഇന്ത്യയുടെ മണ്ണിൽ അവരുടെ ഒരു അജണ്ടയും നടപ്പിലാക്കാൻ പോകുന്നില്ല എന്ന ഉറച്ച സന്ദേശമാണ് സുരക്ഷാ ഏജൻസികൾ നൽകുന്നത്. സംഭവത്തെ തുടർന്ന് പഞ്ചാബിലുടനീളം ഇപ്പോൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ദിവസങ്ങളുടെ വ്യത്യാസത്തിലാണ് പഞ്ചാബിനെ നടുക്കിക്കൊണ്ട് ഈ സ്ഫോടനങ്ങൾ ഉണ്ടായത്. ആദ്യം ജലന്ധറിലെ BSF ചൌക്കിന് സമീപവും പിന്നാലെ ചൊവ്വാഴ്ച രാത്രി അമൃത്സറിലെ ഖാസ കന്റോൺമെന്റ് മേഖലയിലുമാണ് സ്ഫോടനങ്ങൾ നടന്നത്. അതായത് സൈന്യത്തിനെ കേന്ദ്രീകരിച്ചാണ് ഈ സ്ഫോടനങ്ങൾ നടന്നിരിക്കുന്നത്. ജലന്ധറിലെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സ്ഫോടനത്തിന് തൊട്ട് മുമ്പ് ഒരു സ്കൂട്ടർ അവിടെ പാർക്ക് ചെയ്യുന്നതും നിമിഷങ്ങൾക്കകം വൻ സ്ഫോടനം നടക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അമൃത്സറിൽ രാത്രി 10:50 BSF ക്യാമ്പിന് എതിർവശത്തുള്ള സൈനിക ക്യാമ്പിന്റെ ചുറ്റുമതിലിനോട് ചേർന്നാണ് രണ്ടാമത്തെ സ്ഫോടനം നടന്നത്. ബൈക്കിലെത്തിയ ചിലർ സ്ഫോടക വസ്തുക്കൾ എറിയുകയായിരുന്നു എന്നാണ് നിഗമനം. വലിയ ശബ്ദത്തോടെ ഉണ്ടായ സ്ഫോടനത്തിൽ ഒരു ഷെഡിന് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ ഈ രണ്ട് സംഭവങ്ങളിലും ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അമൃത്സർ റൂറൽ SP ആദിത്യ S വാര്യരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും ബോംബ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഈ സ്ഫോടനങ്ങൾക്ക് പിന്നിലെ പാകിസ്ഥാൻ ബന്ധമാണ് സുരക്ഷാ ഏജൻസികൾ വളരെ ഗൗരവത്തോടെ കാണുന്നത്. ജലന്ധർ സ്ഫോടനത്തിൽ പാകിസ്ഥാൻ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഭീകരർക്കും ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ BKI എന്ന സംഘടനയ്ക്കും പങ്കുള്ളതായി പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നു. NIA സംഘവും പഞ്ചാബ് പോലീസും സംയുക്തമായിട്ടാണ് അന്വേഷണം നടത്തി വരുന്നത്. ISIയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന പ്രാദേശിക തീവ്രവാദ ഗ്രൂപ്പുകളാണ് ഇതിന് പിന്നിലെന്നാണ് NIA സംശയിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ വാർഷികത്തോടനുബന്ധിച്ച് ജനങ്ങളിൽ ഭയം സൃഷ്ടിക്കുക, സൈന്യത്തിന് ഒന്ന് തിരിച്ചടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് ഇത്തരം പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത്. ദേശീയ സുരക്ഷയ്ക്ക് വെല്ലുവിളിയാകുന്ന ഈ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ ആം ആദ്മി സർക്കാരിനെതിരെ രൂക്ഷമായിട്ടുള്ള രാഷ്ട്രീയ വിമർശനവും ഉയർന്നു വരികയാണ്. 10 ദിവസത്തിനുള്ളിൽ 3 സ്ഫോടനങ്ങൾ നടന്നത് വലിയ ഇന്റലിജൻസ് പരാജയമാണെന്നാണ് ശിരോമണി അകാലിദൾ പ്രസിഡന്റ് സുഖ്ബീർ സിംഗ് ബാദൽ ആരോപിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ ഭരണത്തിന് കീഴിൽ പഞ്ചാബിന്റെ സമാധാന അന്തരീക്ഷം തകർക്കപ്പെടുകയാണെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. BJP ദേശീയ വക്താവ് ജയ്വീർ ഷെർഗിലും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. മുൻ മന്ത്രി ബിക്രം സിംഗ് മജീദിയാകട്ടെ മുഖ്യമന്ത്രി ഭഗവന്ത് മന്നിന്റെ നേതൃത്വത്തിൽ ദേശീയ സുരക്ഷ അപകടത്തിലാണെന്നും പോലീസിന്റെ ശ്രദ്ധ ക്രമസമാധാന പാലനത്തിലല്ല മറിച്ച് രാഷ്ട്രീയത്തിലാണെന്നും കുറ്റപ്പെടുത്തി. അതിർത്തി സംസ്ഥാനമായ പഞ്ചാബിൽ അടിയന്തരമായിട്ടുള്ള സുരക്ഷാ പരിഷ്കാരങ്ങൾ വേണമെന്നും അദ്ദേഹം ശക്തമായി ആവശ്യപ്പെട്ടു. ചുരുക്കത്തിൽ ഇരട്ട സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പഞ്ചാബിലെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക അതിർത്തി മേഖലകളിൽ സുരക്ഷ ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്. വിദേശത്തിരുന്ന് ചരട് വലിക്കുന്ന പാകിസ്ഥാന്റെയും ISIയുടെയും പദ്ധതികൾ എന്തു തന്നെയായാലും അത് മുളയിലെ നുള്ളിക്കളയാനുള്ള ശക്തമായിട്ടുള്ള നടപടികളാണ് രാജ്യത്തെ സുരക്ഷാ ഏജൻസികൾ സ്വീകരിക്കുന്നത്. ജനങ്ങളെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാന്റെ ഈ വില കുറഞ്ഞ തന്ത്രങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ പ്രത്യേകിച്ച് പഞ്ചാബിൽ വില പോകില്ല. കൂടുതൽ അന്വേഷണ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതോടെ ഗൂഢാലോചനയുടെ മുഴുവൻ വിവരങ്ങളും പുറത്താകും.